ശ്രീ വസന്ത് കേൾക്കാമോ? ഓക്കെ, ശ്രീ വസന്ത്, അതായത് അഹങ്കാരം അവസാനിപ്പിച്ചില്ലെങ്കിൽ കോൺഗ്രസിന് അടി കിട്ടും എന്നാണ് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അഹങ്കാരം അവസാനിപ്പിക്കുമോ? കോൺഗ്രസിലാണ് കേട്ടോ. അല്ല, ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള അഹങ്കാരവും. ഞങ്ങൾ എല്ലാ സാമുദായിക നേതാക്കളെയും അവർ പറയുന്ന കാര്യങ്ങളിൽ, റീസണബിൾ ആയ കാര്യങ്ങളിൽ അവരെ കേൾക്കാൻ, ലിസൺ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ എന്നാൽ അതിനോടൊപ്പം തന്നെ അവരുടെ ഭാഗത്തു നിന്ന്, അതായത് സമുദായ നേതാക്കളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തെറ്റായ പരാമർശം ഉണ്ടായാൽ അത് സ്നേഹമധ്യ ആദ്യം അവരെ ചൂണ്ടിക്കാണിക്കുകയും പിന്നീട് അതിന് കാർക്കശ്യമായ ഒരു നിലപാട് എടുക്കേണ്ടതായി വന്നാൽ അത് ആരോടാണെങ്കിലും എടുക്കാനും ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തെ ഞാൻ വ്യക്തിയായാണ് കാണുന്നത്, SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി എന്നതിനപ്പുറത്ത് വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഇന്ന് പ്രതിപക്ഷ നേതാവിനെ ഉളം പറക്കി വിടണം എന്ന് പറഞ്ഞു. എന്താണ് കാരണം? അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ ശരിയല്ല എന്ന് പറഞ്ഞു. അത് ബേസ്ലെസ് ആണ്, ബേസ്ലെസ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് പറഞ്ഞത് എന്ന് ശ്രീ VD സതീശൻ പറഞ്ഞു. VD സതീശൻ മാത്രമല്ല, മാധുവിന്റെ കൂടി സഹപ്രവർത്തകനായ കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതല്ലേ ഫാക്ട്. അതായത് മലപ്പുറത്ത് നിങ്ങൾക്ക് സ്കൂൾ അനുവദിച്ചില്ല. എത്ര വർഷമായി? 10 വർഷമായി. 10 വർഷമായി ആരാണ് ഭരിക്കുന്നത്? സഹാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ്. അങ്ങയുടെ അടുത്ത സുഹൃത്തല്ലേ. എന്നിട്ടും അത് ശരി, അത് പോയ ദിവസങ്ങളിലെല്ലാം ഡിസ്കസ് ചെയ്താണല്ലോ വസന്ത്. ഇത് നോക്കൂ, ഈ തിട്ടൂരത്തിന് കോൺഗ്രസ് വഴിപ്പെടുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, അദ്ദേഹത്തിന് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എന്തുകൊണ്ട്, അപ്പൊ പിണറായി വിജയൻ നിങ്ങളെ അടുത്ത സുഹൃത്തല്ലേ, എന്നിട്ടും എന്തുകൊണ്ട് തരുന്നില്ല എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സ് ബേസ്ലെസ് ആണ് എന്നതായിരുന്നു ഞങ്ങളുടെയും ടേക്ക്, നിങ്ങൾ അടങ്ങുന്ന മാധ്യമങ്ങളുടെയും ടേക്ക്. ഇന്നിതാ അതിനെ കുറച്ചുകൂടി രജിസ്റ്റർ ചെയ്തുകൊണ്ട് മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ട് കുറച്ചു മുമ്പ്. ആരാണത്? ഈ ഇന്ത്യയിലെ 1-ാം നമ്പർ കോമ്രേഡ്, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് 1-ാമത്തെ കോമ്രേഡ് അത് സഹാവ് MA ബേബിയാണ്. സഹാവ് MA ബേബി പറഞ്ഞിട്ടുണ്ട്, വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ പോകില്ല. അദ്ദേഹം പറയുന്ന വർഗീയ സ്റ്റേറ്റ്മെന്റുകൾക്ക് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള രജിസ്ട്രേഷനും ഇല്ല, ഞങ്ങൾ അതിനെ ഓൺ ചെയ്യാൻ നിൽക്കുന്നില്ല, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോ അദ്ദേഹം പറഞ്ഞ ഈ ഉളമ്പറയ്ക്കുള്ള കോൺഗ്രസ് നേതാക്കൾക്കുള്ള ബസിൽ MA ബേബിയെ കൂടി പ്രവേശിപ്പിക്കേണ്ടി വരുമോ? CPI നേതാക്കൾ വളരെ കൃത്യമായി, CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടി എടുക്കേണ്ടി വരുമോ? വരില്ല. എന്തുകൊണ്ടാണ്? CPM പക്ഷത്തു നിന്നും CPI പക്ഷത്തു നിന്നും അദ്ദേഹത്തിനെതിരെ വിമർശനം ഉണ്ടാവും, അദ്ദേഹത്തിന് പ്രശ്നമില്ല. എന്നാൽ ഇതാ കോൺഗ്രസ് ലീഡർഷിപ്പിൽ ആരെങ്കിലും ഒക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കേരള പൊതുമനസാക്ഷിയുടെ മുമ്പിൽ ഒരു ടേക്ക് എടുക്കുമ്പോൾ, ഞങ്ങൾ സ്റ്റാൻഡ് എടുക്കുമ്പോൾ ഞങ്ങളെ കടന്നാക്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ എല്ലാവരും പറയുന്നത് എന്താ? മുള്ളു മുരിക്ക് മൂർഖൻ എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ CPM ഉം BJP യും സംഘ് പരിവാറും എല്ലാവരും ചേർന്ന് പറയുന്നത്, ഇത് UDF വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ഭരിക്കും കേട്ടോ, UDF വന്നാൽ മുസ്ലിം ലീഗ് ഭരിക്കും കേട്ടോ, UDF വന്നാൽ അതുണ്ടാവും കേട്ടോ, ഇതുണ്ടാവും കേട്ടോ. അപ്പൊ ഇവർക്കൊരു കാര്യം മനസ്സിലായി, UDF വരാൻ പോവുകയാണ്. അത് അവർ അംഗീകരിച്ചു, നല്ല കാര്യം. പക്ഷേ UDF വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുമെന്നും ആഭ്യന്തര വകുപ്പ് അങ്ങനെ ഭരിക്കുമെന്ന് മാത്രമല്ല, അങ്ങനെ ഭരിച്ചാൽ മാറാടക്കമുള്ള കലാപങ്ങൾ ഉണ്ടാകുമെന്നും പറഞ്ഞ് ഇവിടുത്തെ ഞാൻ ചോദിച്ചതിന് അങ്ങ് മറുപടി പറഞ്ഞില്ല. ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായുള്ള കാര്യങ്ങൾ തന്നെയാണ് അങ്ങ് ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞത്. ശരിയാണ്. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, അഹങ്കാരം അവസാനിപ്പിച്ചില്ലെങ്കിൽ അടി കിട്ടുമെന്ന് പറയുമ്പോൾ അതിന് വഴിപ്പെടാൻ കോൺഗ്രസ് തയ്യാറാണോ എന്നുള്ളതാണ്. അങ്ങ് ചുരുക്കി പറയണം, കാരണം ഇത്രയും നേരം ചോദിച്ചിട്ടും പറഞ്ഞില്ല. 1 മിനിറ്റ് പോയിന്റ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയത്. മാധവ് കേട്ടില്ലേ? അതായത് എന്താണ് ഞാൻ പറഞ്ഞത്? സാമുദായിക നേതാക്കൾ തെറ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് കേരളത്തിന്റെ മതേതര മനസ്സിന് പോറലേൽപ്പിക്കുന്നതാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കും. അത് ചൂണ്ടിക്കാണിക്കുന്നത് അഹങ്കാരമാണ് എന്ന് ആരും റീഡ് ചെയ്യില്ല. സെക്യുലർ മൈൻഡഡ് ആയ ആരും റീഡ് ചെയ്തില്ല. ഇനി അത് ചൂണ്ടിക്കാണിക്കുന്നതിന് അഹങ്കാരം എന്ന് വിളിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഞാനും അങ്ങ് മടങ്ങുന്ന പൊതു മനസാക്ഷി ഉണ്ടല്ലോ. നാളെ നമ്മുടെ മക്കൾ നമ്മുടെ മുഖത്ത് എന്നോട് ചോദിക്കും, ശരി, ക്ലിയർ ആണ്. ഞാൻ അങ്ങിലേക്ക് വരാം.